നമ്മളിപ്പോൾ ഗോവയിലാണുള്ളത് കേട്ടോ. ന്യൂ ഇയറിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇത്തിരി ലേറ്റ് ആയി പോയിട്ടോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് തിരക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് 2 കോലുള്ള കുൽഫി. ആനക്ക് ഒറ്റ കോലുള്ളൂ, എനിക്ക് 2 കോലുള്ളൂ. ഇതാണപ്പോൾ നമ്മൾ പോണ ബാഗ ബീച്ചിലേക്കുള്ള വഴി. ഇത് 2 സൈഡിലും മൊത്തം ബാറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് പരിപാടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഫുള്ള് DJ പാർട്ടികളും അതുപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻസും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ച് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ രാത്രിയിലാണ് അപ്പോൾ നമ്മൾ ബീച്ച് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടം പോലെ ടാറ്റു ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഗോവയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെ. ഏത് തരത്തിലുള്ള ടാറ്റു നമുക്കിവിടെ അടിച്ചു കിട്ടും. ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ. ടിറ്റോസ് ക്ലബ്ബ് എന്നാണ് ഈ ഒരു ക്ലബിൻ്റെ പേര്. ഇവിടെ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് കപ്പിൾസിന് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് എൻട്രി ഉള്ളൂ. അതും ലേഡീസിന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ് ഇതിനകത്ത് കയറാൻ. അപ്പോൾ ഒരാളുടെ ടിക്കറ്റിൽ ശരിക്കും 2 ആൾക്ക് കയറാൻ പറ്റൂ കേട്ടോ. ഇവിടെ നമുക്കൊരു വെറൈറ്റി കട കാണാനുണ്ട് കേട്ടോ. അതിനകത്ത് സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. ഹുക്ക അങ്ങനത്തെ എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളാണ് അവിടെ മുഴുവനായിട്ട് സെയിലിന് വെച്ചിട്ടുള്ളത്. അതേപോലുള്ള ഫേമസ് ആയിട്ടുള്ള വേറൊരു പബ്ബാണ് ഇപ്പോൾ ഈ കാണുന്നത്. മാംബോ എന്ന് പേരുള്ള ഒരു പബ്ബാണ് ഇത്. ഇതൊക്കെ നമ്മൾ പുറത്ത് തന്നെ ഇത്ര തിരക്കാണെങ്കിൽ അകത്തുള്ള തിരക്ക് പറയണ്ടല്ലോ. മുഴുവൻ കുത്തി നിറച്ചിട്ടാണ് ഇവിടെ പബ്ബുകളൊക്കെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുന്നത്. ഇവിടെ നമുക്കൊരു ടിറ്റോ ഹെൻറി ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രതിമയൊക്കെ കാണാം കേട്ടോ. കെനിയക്കാരനായിട്ടുള്ള ഇയാളൊരു സ്പോർട്സ്മാൻ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ടിറ്റോ ലൈനിൻ്റെയും അതുപോലെ ടിറ്റോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പബ്ബിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരാളാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 2 സൈഡ് കാണാം കേട്ടോ. ഒരു സൈഡ് ന്യൂ ഇയർ അടിച്ചു പൊളിക്കുന്നവരും അതുപോലെ ഒരു സൈഡ് ഈ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നവരും. ഈ ബീച്ചിൽ കുറേ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ അവിടെ ഇരുന്നിരുന്നത്. ഫുൾ ലൈറ്റിംഗ് സെറ്റപ്പിലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും ഉള്ളത്. നല്ല രസത്തിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലൈറ്റ് കത്തുന്ന കണ്ണടയും അതുപോലെ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതെല്ലാം നമ്മൾ ന്യൂ ഇയർ കളർഫുള്ളാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും നമുക്ക് ഫുള്ളായിട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഓരോ സ്ഥലങ്ങളിലും കുറേ DJയും അതുപോലെ പാർട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പലതിനകത്തും നമ്മൾ കയറണമെങ്കിൽ 4000-5000 രൂപയൊക്കെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് വളരെ ചെറിയ തോതിലുള്ള ഭക്ഷണ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം നന്നായി മുതലാക്കുന്നുണ്ട് നമ്മളതിനെ. ചെല്ലുന്നവരെ അറുത്ത് വിടുക എന്ന് പറഞ്ഞ പോലെ ഓരോ മെനു ഒക്കെ കാണുമ്പോൾ നമുക്ക് അകത്ത് കയറാൻ തോന്നാത്ത അവസ്ഥയിലുള്ള റേറ്റുകളാണുള്ളത്.
ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ്, അതായത് തീ കത്തിച്ചിട്ട് ആ ഒരു ചൂട് കൊണ്ട് ഇതിങ്ങനെ കാറ്റത്ത് പറന്ന് പോണത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പറന്ന് പോണത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ സാധനം പറക്കണില്ല കേട്ടോ. പക്ഷെ ചേട്ടൻ പിടിവിട്ടിട്ടില്ല, രണ്ടാമത് വീണ്ടും എടുത്ത് പറപ്പിക്കുന്നുണ്ട്. രക്ഷയില്ല കേട്ടോ, അത് വീണ്ടും മൂക്കുകുത്തി താഴെ വീണിട്ടുണ്ട്. അപ്പം ഇനി വേറെ ആരെങ്കിലും പറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അങ്ങനെ വീണ്ടും കറങ്ങി നടന്നിട്ട് രാത്രി 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ഫുള്ളായിട്ട് ഓണാൻ പോവാണ്. നല്ല അടിപൊളി ചൈനീസ് പടക്കങ്ങളും വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ വളരെ നീണ്ട ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.